ഹായ് കാൺവിയിലേക്ക് സ്വാഗതം, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സുബി നിസ്കാരമൊക്കെ കഴിഞ്ഞ്, വെള്ളിയാഴ്ചയല്ലേ, നിസ്കാരം കഴിഞ്ഞ് അൽക്കാഫൊക്കെ ഓതിയതിന് ശേഷം പൂച്ചകളുടെ അടുത്ത് പോയതാണ് കേട്ടോ. പൂച്ച പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായി. അപ്പോൾ പിന്നെ അവരെയൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ വിചാരിച്ച് പോയതാണ്. അവൾക്കപ്പോഴേക്കും ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റണം. അപ്പോൾ എൻ്റെ വൈത്താലെ നടക്കുക. അതുകൊണ്ട് ഞാൻ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുത്ത്. അപ്പോൾ കണ്ട് ഒരു പൂച്ചക്കുട്ടനെയും കൊണ്ട് മോൻ്റെ ബെഡിൽ കൊണ്ടുവന്ന് വെച്ചാണ്. അവന് നിസ്കരിക്കാൻ നിൽക്കണമായിരുന്നു. ആ ടൈമിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ സേഫാണോ നോക്കുകയാണ്. അവിടെ എൻ്റെ അടുത്ത് വന്നിരുന്ന് സേഫാണെന്നല്ല നിൽക്കുക വിചാരിച്ച് ഒപ്പം കിടക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് സേഫ് ആവില്ലല്ലോ നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ. അങ്ങനെ അവിടെ കുറേ കൊഞ്ചിച്ചിരിക്കുക കേട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു എന്നല്ല, ഞങ്ങളിങ്ങനെ പുറത്തേക്കൊന്നും വിടാറില്ല. ഒരു ദിവസം പുറത്തേക്ക് കിട്ടിയിരുന്നു. വൈകുന്നേരം പോയിട്ട് രാവിലെ കയറിയിട്ടുള്ളൂ. അതുവരെ പുറത്തായിരുന്നു, കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ 2 ദിവസമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതാണ് തോന്നുന്നുണ്ട്. ഒരു ആഷ് കളർ പൂച്ച ഉണ്ടായിരുന്നു, അതിൻ്റെ വയത്താല നടന്നിരുന്നു. പിന്നെ വയറ്റിലുണ്ട് എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ പ്രസവിച്ചത്. ഈ റൂം അവൾക്കുള്ളതാണ് കേട്ടോ. ഞങ്ങളെ വയത്താൽ തന്നെ പിന്നെയും പുറത്തേക്ക് പോരാൻ നിൽക്കുക. കുട്ടികളെ എടുത്ത് പോരണം, വേറെ സ്ഥലം 7 സ്ഥലം മാറ്റണം എന്നാണല്ലോ. അവനാണ് പൂച്ചൻ്റെ കാര്യങ്ങളൊക്കെ നോക്കൽ. അങ്ങനെ അത് കഴിഞ്ഞ് ആ റൂമിൽ തന്നെ ആക്കിയാണ്ട് ഞാനിതാ അത് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുകയാണ്. ഇഡ്ഡലിയും ചട്നിയുമാണ് ഉണ്ടാക്കുന്നത്. ഇന്നലത്തെ ബൺദോശൻ്റെ ചട്നി ഉണ്ടല്ലോ, അതേ ചട്നി തന്നെ ഇന്നും ഉണ്ടാക്കിയത്. ചട്നീൻ്റെ റെസിപ്പി അതിൽ കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലിക്ക് അരക്കുമ്പോൾ 2 ദിവസത്തേക്ക് 2 വിഭാഗമാക്കി കൊടുക്കും. ഒരു ദിവസം ഇഡ്ഡലി, ഒരു ദിവസം മസാല ദോശ ആക്കി വെക്കും. ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയ നാളെ മസാല ദോശ അങ്ങനെ ഉണ്ടാക്കുക. ഇത് ഇടിയപ്പത്തിൻ്റെ പാത്രം വെക്കാനും ഇഡ്ഡലിക്കും കൂടി ആയിട്ട് ഒരു ഇഡ്ഡലി പാത്രം വാങ്ങിയതാണ്. പക്ഷേ ഇതിൽ ഇടിയപ്പത്തിൻ്റെ പാത്രം വെക്കാൻ പറ്റണില്ല, കൊള്ളണില്ല. അപ്പോൾ രണ്ടിനും കൂടി വേണ്ടി വാങ്ങിയതായിരുന്നു. അതെന്തായാലും ഇഡ്ഡലി മാത്രമേ ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ഇതിനൊരു ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഷോപ്പേര് പറഞ്ഞ് അത് പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് പാർന്നു കൊടുത്താൽ മതി, അപ്പോൾ അതിൽ പോകുന്നില്ല. അങ്ങനെ ഞാനിത് ഉണ്ടാക്കി നോക്കിയതാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല സേഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇഡ്ഡലി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിത് ബൂബിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോയതാണ്. പ്രസവിച്ചതല്ലേ, അപ്പോൾ ഫുഡെല്ലാം വേണമല്ലോ. അപ്പോൾ അവൻ്റെ തീറ്റ അവളെ തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തിന്നുന്നുണ്ട്. പിന്നെ പൂച്ചക്കുട്ടികളെ നോക്കുമ്പോൾ ഇതിൻ്റെ ചോട്ട് കൊണ്ടുപോയി വെച്ചിരുന്നു. അലമാറിൻ്റെ ചോട്ടായിരുന്നു കൊണ്ടുവന്ന് വെച്ചാൽ, ആ റൂമിൽ തന്നെയുള്ള അലമാറിൻ്റെ ചോട്ട് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. നമുക്കാർക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയാണോ, ആരോ കാണാതിരിക്കാൻ വേണ്ടിയാണോ എന്താവും, നമ്മൾ എടുക്കണതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാനിതാ ഉച്ചക്കത്തെ ഭക്ഷണത്തേക്ക് നോക്കുകയാണ്. പപ്പടമൊക്കെ പൊരിച്ച്, പിന്നെ കാബേജ് ഉപ്പേരി, വലിയുള്ളിയും തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് കാബേജിലിട്ടുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ അത് വേവിച്ച് പിന്നെ ചോറായി. ബീഫ് ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ജുമാൻ്റെ നേരായി നൗഷാദ് വരുമ്പോൾ ഞാൻ നന്നാരിയും നാരങ്ങയും കൂടിയുള്ള വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അത് നൗഷാദ് വന്നപ്പോൾ കൊടുത്തു. അത് കഴിഞ്ഞ് ജുമാക്ക് പോയി. നൗഷാദ് ജുമാക്ക് പോയി. അപ്പോൾ ഞാൻ ബീഫൊക്കെ ഒന്ന് താളിക്കുകയാണ്. അതൊന്ന് നല്ലൊന്ന് വരച്ചെടുത്തതാണ്. ഇത് ഞങ്ങളെ മുൻഭാഗത്തുള്ള പള്ളി തന്നെയാണ് കേട്ടോ. അവിടുന്ന് എല്ലാതും കേൾക്കാനും കാണാനൊക്കെ കഴിയും. അങ്ങനെ ജുമ കഴിഞ്ഞ് നൗഷാദ് ചോറും തിന്ന് നൗഷാദ് കടയിലേക്ക് പോയി. പിന്നെ ഇത് വൈകുന്നേരം ഞാൻ ഒരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. വെള്ളിയാഴ്ച എല്ലാം ഒരു മധുരമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഒരു നല്ലൊരു കടായി ചട്ടി എടുക്കുക. ഇതുപോലത്തെ ആടി കട്ടിയുള്ള നല്ല കടായി ചട്ടി എടുക്കുക. ഇതൊരു പഴയ ചട്ടിയാണ്. ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇതാണ് നല്ലത്. അതിലേക്ക് വെളിച്ചെണ്ണ നെയ്യ് ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് ചുവന്ന കളറാകുമ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പാലൊഴിക്കുക. അതിന് കുറച്ചും കൂടി വെള്ളം കൂടി അയക്കുക. 1 കപ്പ് പാലിക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് നല്ലോണം തിളച്ചതിന് ശേഷം വെർമിസെല്ലില്ലേ, സേമിയ, അതിട്ട് കൊടുക്കുക. വറുത്തത് ഇടണേക്കാളും വറുക്കാത്തത് ഇടണതാണ് നല്ലത്. വറുക്കാത്തതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ഇങ്ങനത്തെ സേമിയ ഇട്ട് കൊടുക്കുക. അത് ചെറിയ സേമിയകൾ പാക്കറ്റ് കിട്ടൂലേ, അതോ അല്ലെങ്കിൽ വലിയ നീളത്തിലുള്ളതോ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഏലക്കായ് പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ല വരട്ടിയെടുക്കണം. നമുക്ക് ഇത് വെള്ളമൊക്കെ ഒന്ന് നല്ല വറ്റി സേമിയൊക്കെ ഒന്ന് നല്ലൊന്ന് വേവായി കിട്ടണ വരെ നല്ലൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിൽക്കുന്ന വരെയില്ലേ, അതേപോലെ നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുക. മൂടി വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലൊന്ന് വരട്ടിയെടുക്കുക. എന്നിട്ട് ഒരു പാത്രം നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കുക. ഇതൊന്ന് അതിമൊന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അതിലേക്ക് ഈ സേമിയ പരത്തി കൊടുക്കുക. ഇത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റായിട്ട് പണ്ടേ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ആര് വന്നാലും വിരുന്നുകാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കലാണ് ഉമ്മാൻ്റെ പണി. അപ്പോൾ ഇത് ഞങ്ങളും പിന്തുടർന്ന് പോകുന്നു. നല്ല ടേസ്റ്റാണ് ഇത്. പെട്ടെന്ന് നമുക്ക് സേമിയ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം. ബാക്കിയൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും. പിന്നെ പാല്, തേങ്ങാപ്പാലോ തേങ്ങ എടുത്ത പാലൊക്കെ ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതൊരു കേസരി രൂപത്തിലുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കി. ഇതുപോലത്തെ അടികട്ടിയുള്ള കടായി പോലത്തെ പാത്രങ്ങൾ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ്. അത് വരണ്ടി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട, ഞങ്ങളെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണിത്. ഇത് കുറച്ച് വെളിച്ചെണ്ണ കത്തിമേലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഓരോ കഷ്ണങ്ങളാക്കി നമ്മൾ പ്ലേറ്റിൽ സെർവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.